ഇതിലിപ്പോൾ എന്താ പറയുന്നേ? ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നിനക്ക് ഈ ബുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ചേച്ചി, അത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടിയതാ. അവിടെ കിടന്ന് കിട്ടിയതാ. അപ്പം ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാ. അപ്പോഴേക്കും നോക്കിയപ്പോൾ നിധി എന്നൊക്കെ കണ്ടു. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയി, അതുകൊണ്ട് ഇങ്ങോട്ട് എടുത്തിട്ട് പോകുന്നതാ. ഇത് ഒരുപാട് പഴയ ബുക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും. അതെ അതെ, എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്കിത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ എന്തായാലും ഇത് വിട്ടേക്ക്, നമുക്കിത് തിരിച്ചുകൊണ്ട് വെച്ചേക്കാം. അങ്ങനെ പറയല്ലേ ചേച്ചി, നമ്മൾ എന്തായാലും എടുത്തില്ലേ, ചുമ്മാ ഒന്ന് നോക്കി കളയാന്നേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലേ ഇത് വലിയ പണിയാവും. മാറി ചേച്ചി, അങ്ങനെയൊന്നും അല്ല. നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇത്രയും പേരില്ലേ, പിന്നെന്താ? അതെ അതെ. ഷോ, ആ ലച്ചും കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ ഒരു തീരുമാനം എടുക്കായിരുന്നു. ഹലോ ഗൈസ്, ഞാൻ എത്തി. എന്താ എത്ര വൈകിയ ലച്ചു? നിത്യ ചേച്ചിയുടെ കണ്ണ് വെട്ടിച്ച് പോയണ്ടേ, അതാ. എന്തായി ബുക്കിൽ എന്താ പറഞ്ഞേക്കുന്നേ? ഇനി എല്ലാം കൂടി വായിക്കാൻ പറ്റില്ല, 10-28 പേജില്ലേ? ലച്ചു, ഞാൻ പറയാം. ഇത് നിധിനെ കുറിച്ചുള്ള ബുക്ക് തന്നെയാണ്. ഇതിൻ്റെ അവസാനം നമുക്ക് നിധി കിട്ടും. അതായത് നിധി തേടി നമ്മൾ പോകണം. ഇതിൽ ഓരോ ക്ലൂ ഉണ്ട്, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കടൽ തീരമുണ്ട്. കടൽ തീരത്തിൻ്റെ അടുത്തൊരു ഫോറസ്റ്റ് ഉണ്ട്. അവിടെ പോയി ഒരു ബംഗ്ലാവ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ക്ലൂ കിട്ടും. ആ ക്ലൂ കിട്ടിയ ശേഷം നമുക്ക് നിധിയിലോട്ട് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നമുക്കൊരു പ്ലാൻ ചെയ്ത് ചെയ്യണം. പക്ഷേ ആ ബീച്ച് എവിടെയാണെന്നുള്ള ക്ലൂ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതെ അതെ, ഞങ്ങൾ ക്ലൂ ഒക്കെ വെച്ച് വായിച്ചപ്പോൾ എന്ന് കിട്ടി. അങ്ങനെയോ? കറായി ബീച്ച്, കറായി ബീച്ച്. കറായി ബീച്ചോ? അങ്ങനെ ഒരു ബീച്ചുണ്ടോ? ആ ഉണ്ട് ഉണ്ട്, വളരെ ഫേമസ് ബീച്ചാ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫോറസ്റ്റും ഉണ്ട്. അപ്പോൾ അത് തന്നെ. അല്ല, ഇപ്പം നമ്മളെങ്ങനെ അങ്ങോട്ട് പോവും? നമ്മൾ ചെറിയ പിള്ളേരല്ലേ, നമ്മളെങ്ങനെ വിടും? അതിനുള്ള പ്ലാനൊക്കെ നമുക്ക് റെഡിയാക്കാനേ. ആദ്യം നമുക്ക് ഈ ക്ലൂ എല്ലാം സോൾവ് ചെയ്യണം. ഇനി ഒരു മരത്തിൻ്റെ കാര്യം പറയണ്ട, ഒരു കാറ്റാടി മരം. ആ മരത്തിൻ്റെ അടിയിൽ നമുക്കുള്ള ക്ലൂ വെച്ചിട്ടുണ്ട്. അത് നോക്കി വേണം ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ആ ഒരു ബംഗ്ലാവ് കണ്ടുപിടിക്കാൻ. അവിടെയാണ് നമുക്ക് മെയിനായിട്ടുള്ള ക്ലൂ. പക്ഷേ കുറച്ച് പാടാണ്, പക്ഷെ നല്ല ത്രില്ലിംഗ് ആയിട്ടുണ്ട്. അതെ അതെ, എന്തായാലും ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. നമുക്ക് എന്തായാലും നിധി കണ്ടുപിടിച്ചേ പറ്റൂ. പിന്നെ നമ്മളിവിടെ ഫേമസ് ആവും. ആ, തടികേടാവാണ്ടിരുന്ന ഭാഗ്യം. അതെന്താ മാളു അങ്ങനെ ഒരു വർത്താനം? തന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വേണ്ട വേണ്ട, നിർത്ത്. ചേട്ടൻ ചേച്ചി ഇനി വഴക്കൊന്നും വേണ്ട. ദേ, നമുക്ക് ഇപ്പം തന്നെ ഒരുപാട് നേരമായി. ഇനി നമുക്ക് ഇതിനെ പറ്റിയിട്ട് അധികം സംസാരിക്കേണ്ട. ഇനി അടുത്ത ദിവസം സംസാരിക്കാം.